മത്സ്യമാംസം കഴിക്കുന്നതിനകത്ത് തന്നെ എത്രയോ നല്ല മനുഷ്യരുണ്ട്, ഇത് കഴിക്കാത്ത എത്രയോ മോശം മനുഷ്യരുണ്ട്. എല്ലാ ടൈപ്പിലുള്ള ആളുകളും ചെല്ലും അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കും. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു ഭക്തിഭാവത്തിൽ ജീവിക്കും. ബ്രഹ്മപദത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മ അനുഭവങ്ങൾ വേണം, ബ്രഹ്മാനുഭവം വേണം, ആത്മീയതയുടെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകണം, ഒരു ഹയർ ലെവലിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകാനുള്ളതല്ലേ, മരിക്കാനുള്ളതല്ലേ എന്ന് ഇത് കിട്ടുന്നിടത്ത് നിന്ന് ഓടയെന്ന് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കുമോ? അത് കഴിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. ആളുകൾ ഇതിനെങ്കിലും ചിന്തിച്ചിട്ട് മാറണമെന്ന് എഴുതിക്കൊണ്ടാണ് ഞാൻ ശവക്കറി എന്ന് പറയണത്. എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നുമില്ല. വരുന്നവരെ കിട്ടണ പറ്റിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുജി, ആത്മീയതയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇപ്പോൾ തസ്മൈ ഗുരുജിയുടെ അഭിപ്രായമല്ല, പക്ഷേ പല ഗുരുക്കന്മാർക്കും പല വിഷയങ്ങളും. ഇപ്പോൾ തസ്മൈ ഗുരുജി ഏറ്റവും കൂടുതലും പറയുന്നത് ശവം കഴിക്കരുത് അല്ലെങ്കിൽ മാംസം കഴിക്കരുത്, ആ രീതിക്കാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ചിദാനന്ദപുരി സ്വാമി അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് മാംസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചണ്ടാള ബാബ, അപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ഡിബേറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ചണ്ടാള ബാബ പറയുന്നത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഗുരുക്കന്മാർക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മത്സ്യമാംസം കഴിക്കുന്നതിനകത്ത് തന്നെ എത്രയോ നല്ല മനുഷ്യരുണ്ട്, ഇത് കഴിക്കാത്ത എത്രയോ മോശം മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നമുക്കൊരു മനുഷ്യനെ തരംതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരിക്കലും തരംതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ വളരെ നന്നായിരിക്കും. കാരണം ഇവിടെ തരംതിരിവല്ല പറയണത്. ചോദ്യത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം ഒന്നുകൂടി ക്ലിയർ ആക്കിയാൽ നന്നാവും. അല്ല, ഗുരുജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കാൻ പാടില്ല, പക്ഷേ മറ്റുള്ള ഗുരുക്കന്മാർ പറയുന്നുണ്ട് ഇത് കഴിക്കാമെന്ന്. അപ്പോൾ ആരെ വിശ്വസിക്കും? നിങ്ങൾ രണ്ടും വിശ്വസിച്ചോ? കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കഴിക്കാം, കഴിക്കണ്ട എന്ന ആഗ്രഹമില്ലാത്തവർക്ക് കഴിക്കണ്ട. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കരുത് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. ഞാൻ ഒരിക്കലും ഈ റോഡ് സൈഡിലിരുന്ന് കഴിക്കണവരോട് കഴിക്കണ്ടെന്നല്ല പറയണത്. അവർ ആത്മീയത തേടി എൻ്റെ അടുത്ത് വരികയാണ്. എൻ്റെ വീഡിയോ എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മീയത അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും ഒരു കോമൺ മാൻ, ഒരു മോശമായി ജീവിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ സാധാരണ ഒരാൾക്കോ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ കുറേശ്ശെ കഴിച്ചോ, ഒരു കുഴപ്പമില്ല, ഇത് ഞാൻ പറയില്ല. കാരണം എന്നെ തേടി വരുന്നവൻ എന്തിനാണ്? ഒരു ഡോക്ടറെ കാണാൻ വരുന്നവൻ രോഗിയാണല്ലേ, വിശേഷം അന്വേഷിക്കാൻ വന്നില്ല. ഞാനൊരു ക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഈ രീതി മാറും. അവിടെ ആളുകൾ എല്ലാ ടൈപ്പിലുള്ളതും വരും. ഇപ്പം അമ്മയുടെ അടുത്ത് ചെല്ലുന്ന ആളുകൾ അങ്ങനെയാണ്, എല്ലാ ടൈപ്പിലുള്ള ആളുകളും ചെല്ലും അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കും. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു ഭക്തിഭാവത്തിൽ ജീവിക്കും. ഭക്തി മോശം എന്നല്ല പറയണത്. ഞാൻ എന്തിനും പല വശങ്ങളുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള സാധനമാണ്, ഇതിൻ്റെ ഇടയിലുള്ള ഒന്നുമല്ല. ഇപ്പോൾ മത്സ്യമാംസം കഴിക്കുന്നവരോട് എനിക്കൊരു വിരോധമില്ല. ഇപ്പം നിങ്ങൾ മത്സ്യമാംസം കഴിക്കുന്ന ആളല്ലേ, നിങ്ങളല്ലേ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഇതുവരെ എപ്പോഴെങ്കിലും ഒരു ദേഷ്യഭാവം വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? എനിക്ക് നിങ്ങളോട് വിരോധമില്ല. നിങ്ങൾ എന്ന് എന്നെ സമീപിക്കുന്നു, ഗുരുജി എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, അന്ന് മുതൽ എൻ്റെ രീതി മാറും. പക്ഷേ ഇത് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഗുരുക്കന്മാരും അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളോടല്ലേ പറയുന്നത് ഒരു കുഴപ്പമില്ല. അത് തന്നെയല്ലേ ഞാനും പറയണത്. അവർ പറയണത് എന്താ? അവർ ഭക്തിഭാവത്തിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ പറയും ഇവിടെ ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അവർ പ്രത്യേകം ഞാൻ പഠിപ്പിക്കുന്ന പോലെ ഒരു ഡിഫറെൻറ്റ് ടെക്നിക്കല്ല അവർ പഠിപ്പിക്കുന്നത്. ഈ ടെക്നിക്കിന് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. ഭക്തിഭാവത്തിൽ സഞ്ചരിക്കുന്നവൻ ഒരു ഉദ്ദേശ ലക്ഷ്യമില്ല. അവന് ഭക്തിയാണ് ഉള്ളിലുള്ളത്. ഭക്തന് ഭക്തിയാണ്. അവൻ അതിൽ മാത്രം ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. അവൻ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇതിൻ്റെ മറുപുറം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മറ്റൊരു രീതിയിലൂടെ ആളുകളെ ഗൈഡ് ചെയ്യുകയാണ്. ഈ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾക്ക് ലണ്ടനിൽ പോകണം, IELTS എക്സാം പാസ്സാവണ്ടേ? ഞാൻ പാസ്സാവില്ല, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? ഇല്ല. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെ ജർമ്മനി പോകാൻ പറ്റുമോ? ഇത് അതുപോലൊരു കാര്യമാണ് ഞാനീ പറയണത്. നിങ്ങൾക്ക് ബ്രഹ്മപദത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മ അനുഭവങ്ങൾ വേണം, ബ്രഹ്മാനുഭവം വേണം, ആത്മീയതയുടെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകണം, ഒരു ഹയർ ലെവലിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷനാണ് അഹിംസ, ആസ്തേയം, പഞ്ചശുദ്ധി, പഞ്ചധർമ്മം. ഇതെല്ലാം ഒരേ കടലിലേക്കാണ് പോകുന്നത്.
എല്ലാം ഇതിനെ മാത്രം എങ്ങനെ അത് വ്യത്യസ്തമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും? എല്ലാം ഒരു കടലിലേക്കാണ് പോണത്. പക്ഷെ നിങ്ങൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളം ശുദ്ധജലമല്ലേ എടുക്കുള്ളൂ. എല്ലാം നമ്മൾ ചെന്ന് അവസാനിക്കുന്ന രീതി കൊണ്ട് നമ്മൾ കാടിവെള്ളം കലക്കവെള്ളം നമ്മൾ കുടിക്കുമോ? ഇല്ല. ഏറ്റവും നല്ല ബോട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല മിനറൽ വാട്ടറേ നമ്മൾ കുടിക്കുകയുള്ളൂ. നമ്മൾ നശിച്ചു പോകാനുള്ളതല്ലേ, മരിക്കാനുള്ളതല്ലേ എന്ന് രീതി കിട്ടുന്നിടത്തുനിന്ന് ഓടയെന്ന് വെള്ളം എടുത്ത് നമ്മൾ കുടിക്കുമോ? ഒരു പ്രാവശ്യം പോലും നമ്മൾ കുടിക്കില്ല. അതുപോലെ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ആത്മീയതയിൽ ഉയരണോ, നിങ്ങൾ ഒരു ജീവിയെയും ഉപദ്രവിക്കാൻ പാടില്ല. അത് കഴിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. ആളുകൾ ഇതിനെങ്കിലും ചിന്തിച്ചിട്ട് മാറണമെന്ന് എഴുതിക്കൊണ്ടാണ് ഞാൻ ശവക്കറി എന്ന് പറയണത്. ഇത് ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ല, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ശിവഗിരി പോയി കഴിഞ്ഞാൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവനവന് ആത്മസുഖത്തിനായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മത്സ്യമാംസം കഴിക്കരുത്, ശവക്കറിയാണെന്ന് ഗുരുദേവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തരം ഫലകങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. അതെല്ലാം പറക്കിക്കൊണ്ടുപോയി അവിടെ തൂമ്പയും വാക്കാത്തിയൊക്കെ ഇട്ടേക്കണ ചാക്കുകെട്ടിൻ്റെ കൂടെ അവിടെ കൊണ്ടിട്ടേക്കുക. കാരണം ഇതൊക്കെ വായിച്ചാൽ പിന്നെ ആൾക്കാർ അവിടെ വരില്ല. അവിടെ വരുന്ന ഭക്തി കൊണ്ട് ആൾക്കാർ വരണതാ. ആത്മീയത തേടി വരുന്നവൻ അങ്ങോട്ടേക്ക് ചെല്ലണില്ല. ആത്മീയതയിലേക്ക് പോകാൻ ഭക്തി വേണ്ട എന്നാണ്. ഭക്തിക്ക് സ്വാർത്ഥഭാവമുണ്ട്, ആത്മീയതയ്ക്ക് നിസ്വാർത്ഥ ഭാവമാണ്. ഭക്തിയുടെ നിസ്വാർത്ഥ ഭാവത്തെ ആത്മീയത എന്ന് പറയാം. പറയണ മനസ്സിലാവുണ്ടോ? ഞാൻ അമ്മയെ കാണാൻ പോവാണ്. ഇപ്പം മാതാമൃതാനന്ദമയി അമ്മയെ ഞാൻ കാണാൻ പോവാണെന്ന് വിചാരിച്ചോ, എനിക്കൊന്നും നേടാനില്ല. എനിക്ക് അമ്മയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഇത് ആത്മീയതയാണ്. നേരെ മറിച്ച് ഞാൻ ഗുരുവായൂരപ്പനെ, രണ്ടും രണ്ടായിട്ട് പറയാൻ കാരണം അമ്മയുടെ അടുത്ത് പോയിട്ട് പരാതി പറയാൻ പോകണമല്ലാരും കാണാൻ പോകണം. ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മകളുടെ കല്യാണം നടക്കണം, എൻ്റെ വീടിൻ്റെ പണി തീർക്കണം, എൻ്റെ മുട്ടിൻ്റെ വേദന മാറണം, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറണം, എനിക്ക് കുടുംബജീവിതം ഉണ്ടാവണം. പരാതി പറയാൻ വേണ്ടി പോണതാണ്. ഇതെല്ലാം സ്വാർത്ഥതയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അമ്മയെ ഒന്ന് കാണണം, സ്വാർത്ഥതയല്ല. പ്രപഞ്ചത്തിൻ്റെ അമ്മയാണത്. അമൃതാനന്ദമയി അമ്മ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതെ. അപ്പം അമ്മയെ നമ്മൾ കാണുന്നത് എന്തിനു വേണ്ടി? നമ്മൾ സാധാരണ നമ്മുടെ അമ്മയെ കാണുന്ന പോലെ കാണുന്നു, അത്രയേ ഉള്ളൂ. ഗുരുവായൂരപ്പനെ കാണുന്നത് എന്തിനാ? കാര്യം നേടാൻ കാണുന്നു. ഈ രണ്ട് വ്യത്യാസമുള്ളത്. ഇതാണ് സ്വാർത്ഥതയും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം. അത് ആത്മീയ ഗുരുവാണ്, അത് ഭക്തി ഗുരുവല്ല. പക്ഷെ അമ്മയുടെ ഭാവം എന്ന് പറയുന്നത് ഭക്തിഭാവമാണ്. അമ്മ ആളുകളെ ഇരുത്തി ഭജന ചൊല്ലിക്കും, പാട്ടുപാടിക്കും, ഡാൻസ് കളിപ്പിക്കും, കെട്ടിപ്പിടിക്കും, സ്നേഹവാത്സല്യം കൊടുത്തു വിടും. ഭക്തിഭാവമാണ് അവിടെ ഉള്ളത്. എൻ്റേത് ആത്മീയത മാത്രമേ ഉള്ളൂ. ഇവിടെ ഭക്തിഭാവം എന്ന് പറയുന്ന സാധനം ഇല്ല. പക്ഷെ നമ്മളെല്ലാം മനുഷ്യരാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് വേണ്ടത് പണവും ആഡംബരവും സുഖ സൗകര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ലൗകിക ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ആ രീതിക്കുള്ള കാര്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയതയിൽ നിന്നും ആർജിക്കേണ്ടത്. ഞാനൊരു ആത്മീയ ഗുരുവാണ്. എൻ്റെ കൂടെ ഏകദേശം 40-45,000 കുടുംബങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിൽ. അവരോടെല്ലാം ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ കടത്തിൽ ബിസിനസ് മുങ്ങി നിന്ന വ്യക്തികൾ ഇന്ന് വളരെ സന്തോഷത്തോടെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ജപ്തി ചെയ്യാൻ വേണ്ടിയിരുന്ന വീടും ദാമ്പത്യ ജീവിതം നശിച്ച വ്യക്തികൾ സന്തോഷമായി സ്വന്തം വീട്ടിൽ സുഖലോലുപരായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത് രണ്ട് തരത്തിൽ ധനത്തെ സമ്പാദിക്കാം. ഒന്ന്, നമ്മൾ നിസ്വാർത്ഥനായി കഴിയുമ്പോൾ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിലൂടെ നമുക്കെല്ലാം കിട്ടും. അതിലൂടെ വരുന്ന ധനം എന്ന് പറയുന്നത് നമ്മൾ ആർജിക്കുന്നതല്ല, പ്രപഞ്ചം നമുക്ക് നൽകണതാണ്. മറ്റത് നമ്മൾ വെട്ടിപ്പിടിക്കുന്നതാണ്. നമ്മൾ ബിസിനസ് ചെയ്യണം, നമ്മൾ കച്ചവടം ചെയ്യണം, നമ്മൾ വെട്ടിപ്പിടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം മേടിക്കാൻ ഒരു കടയിൽ പോയി. എൻ്റെ ദൈവമേ, ഇവർ നുണ പറഞ്ഞ് കേട്ടിട്ട് എൻ്റെ തല പൊളിഞ്ഞു. എൻ്റെ ഉള്ളിൽ കഷ്ടം തോന്നി. എന്തിനാ ഇവരിങ്ങനെ നുണ പറയണത്? ഞാനൊരു ടേബിൾ മേടിക്കാനാണ് പോയത്. അതേ കടയിൽ നിന്ന് ഞാൻ ആശ്രമത്തിലേക്ക് 4 കട്ടിൽ, 3 ടേബിൾ, ഇങ്ങനെ പല സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ വില അറിയാം. പക്ഷേ ഇവർക്ക്, ഈ മക്കൾക്ക് എന്നെ അറിയില്ല. അവരുടെ വാപ്പയാണ്, അവർക്കാണ് എന്നെ അറിയാവുന്നത്. ഞാൻ ചെന്നിട്ട് അവിടുത്തെ മോളുടെ അടുത്ത്, അന്ന് മോളാണ് ഉണ്ടായിരുന്നത്, മോളുടെ അടുത്ത് ചോദിച്ചു, ഈ മേശയ്ക്ക് എന്താ വില? 6,000 രൂപ.
അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇവിടുന്ന് സാധനം മേടിച്ചിട്ടുള്ളതാണ്, എനിക്ക് വില അറിയാം, ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ള വിലയാണ്, വാപ്പ ഗുരുജിക്കുള്ള വില വേറെ തരും, ഇതെൻ്റെ വില. അത് മോള് പറഞ്ഞു. മോളങ്ങ് ഒഴിവായിട്ട് മോള് പറഞ്ഞു, ചേട്ടാ, അത് അനിയൻ്റെ അടുത്ത് വിളിച്ചേച്ച് പറഞ്ഞു, എടാ നീ അത് നോക്ക് വരെയെന്ന് പറഞ്ഞു. ഈ കൊച്ചെന്ന കുറച്ച് നമ്മളെ പറ്റി പറഞ്ഞിട്ടാ ഇരുത്തിയായിരുന്നേണ്ടി ഇവൻ്റെ വെട്ടിത്തരം നമ്മൾ കേൾക്കൂലാണ്. ഇവൻ്റെ അടുത്ത് വെച്ച്, മോനെ എനിക്ക് ധൃതിയുണ്ട്, ആ മേശ എനിക്ക് വേണ്ട. എത്ര എണ്ണം വേണം? 3 എണ്ണം. പേനയിട്ടുകൊണ്ട് എഴുതുന്നിടത്തുനിന്ന് നമ്മളായിട്ട് കണക്ക് കൂട്ടാൻ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ വെറുതെ ഇങ്ങനെ അക്ഷരം അറിയാൻ പാടില്ലാത്തും വെറുതെ ഇങ്ങനെ ഇട്ട് വരച്ചു കുറിച്ചുകൊണ്ടിരിക്കണ പോലെ, ഒപ്പിട്ട് കളിക്കണ പോലെ ഇങ്ങനെ എഴുതി വെച്ചാൽ വര വരച്ച് വെച്ച് കാൽക്കുലേറ്റർ കൊടുത്ത് വെറുതെ ഇങ്ങനെ ഇട്ട് കുത്തുക. ഒരക്ഷരമില്ല, ഒന്നുമില്ല. 4, 3, 7 എന്ന് കണ്ടു കഴിഞ്ഞിട്ട് 7ൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സംഖ്യ വേണ്ടേ, വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കുത്തി. 5,900 വെച്ച് തന്നേരെ ഇവൻ്റെ വീതം. അപ്പം ഞാൻ പറയും, മോനെ കഴിഞ്ഞ ദിവസമാണ് ഞാനിവിടെ 4 കട്ടിൽ മേടിച്ചുകൊണ്ടായത്. ഒരു കട്ടിലിൻ്റെ വില 2,500 മുഴുവൻ ഇരുമ്പാണ്. നിൻ്റെ ഈ സാധനത്തിനകത്ത് ഇത്രയും പോണ ഒരു ചെറിയ പീസ് ഇരുമ്പേ ഉള്ളൂ, 1000 രൂപയ്ക്ക് പോലും ഇല്ല, ഇതിന് ഇമാതിരി വിലയൊന്നും പറയില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ അവൻ പറയാം, കട്ടിലുണ്ടാക്കാൻ എളുപ്പമാണ്, ഇതിന് ഒരു പണിക്കാരന് 2,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 സാധനം ഉണ്ടാക്കണം, 2 യൂണിറ്റേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ഇവൻ്റെ തള്ളു മുഴുവൻ നുണ കേട്ടു. ഇവൻ്റെ വാപ്പ വന്നപ്പോൾ എന്താ ഗുരുജി? ഞാൻ പറഞ്ഞു, ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്ന, മക്കളൊക്കെ നല്ല മിടുക്കരാണല്ലോ. നമ്മളല്ലേ എല്ലാം പഠിപ്പിച്ച് വെച്ചേക്കണേന്ന് പറഞ്ഞു. അവിടെ ഇരിക്കണേ ചോദിച്ചു, ആ ടേബിള് 3 എണ്ണം എനിക്ക് വേണമായിരുന്നു. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മക്കളെ, ഗുരുജിക്ക് എന്തെങ്കിലും വില പറഞ്ഞായിരുന്നോ? പറഞ്ഞു, വില പറഞ്ഞു. ഈ പാവത്തിന് ഇനി അടുത്ത തവണ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പുള്ളി പറഞ്ഞു, മക്കൾ പറഞ്ഞു കൂട്ടണ്ട, 5,800 വെച്ച് തന്നായിരുന്നു. അപ്പം 100 വെച്ച് കുറച്ചു. എന്നിട്ട് അപ്പൻ്റെ വാപ്പയുടെ വക തള്ളു കേൾക്കണോ? വാപ്പ പറയാണ്, ഇത് ഒരു യൂണിറ്റ് ഉണ്ടാക്കണതിന് 1,400 രൂപ ചിലവുണ്ടെന്ന്. അപ്പം മോൻ പറഞ്ഞു, 2,500 രൂപ 2 യൂണിറ്റ് ഉണ്ടാക്കണതിന്, വാപ്പ ഒരെണ്ണത്തിന് 1,400 രൂപ ചിലവ്. ഞാൻ പറഞ്ഞു, നിങ്ങളെ എൻ്റെ ഈ തലയിൽ കാണുന്നത് മുടിയത്, ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാവുകയില്ല, നിങ്ങളായിട്ടുള്ള കച്ചവടം മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങിപ്പോന്നു. ഇത് 3 എണ്ണവും നുണയുടെ മുകളിൽ നുണ പറയാണ്. അവർക്ക് 5 or 6 ഷോപ്പുണ്ട് കോഴിക്കോട്. പക്ഷെ അതല്ലേ കച്ചവടം? ഇത് കച്ചവടമാണോ സഹോദരൻ? ഇത് കള്ളത്തരം. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ മക്കളെയും കുടുംബത്തിനെയും ഇങ്ങനെ ഇരുന്ന് കള്ളത്തരം പറഞ്ഞ് ട്രെയിൻ ചെയ്ത് ജീവിച്ചിട്ട് ഈ കള്ളത്തരത്തിൽ കൂടി സമ്പാദിക്കുന്ന ധനത്തിൽ നിന്ന് അവന് മനസമാധാനം കിട്ടുമോ, സന്തോഷം കിട്ടുമോ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അവർക്ക് ആകെ കിട്ടുന്ന ചിലപ്പോൾ നല്ല മാർഗങ്ങളുണ്ട്. ഡിസ്പ്ലേയിൽ വില ഇട്ടോ, അവൻ്റെ അടുത്ത് സാധനം മേടിക്കാനുള്ളവൻ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഒരു ബുദ്ധിമുട്ടുമില്ല. വായെ തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് തോന്നിവാസം വില പറയാം. 4,500 രൂപയ്ക്ക് എനിക്ക് അതേ സാധനം തന്നെ 3 എണ്ണം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ആ പുള്ളി അത് മറന്നുപോയി ഞാൻ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ളൂ. കുറേ സാധനം മേടിച്ച പുള്ളി വില ഇട്ട് തന്നതാണ്. എൻ്റെ ആശ്രമത്തിലേക്ക് കുറേ സാധനങ്ങൾ വേണമായിരുന്നു. രണ്ടാമത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കതല്ല വേണ്ടത്, കുറേ കട്ടിലുകൾ സാധനങ്ങളായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയി. അപ്പം നമ്മൾ അവരുമായിട്ടൊരു വ്യവഹാരം നടക്കുന്നുണ്ട്. ഇവൻ കള്ളനാണ്, ഇവൻ ചതിയനാണ്, ഇവൻ വൃത്തികെട്ടവനാണെന്ന് എന്നെ മനസ്സിലാക്കിച്ചു തന്നു. ഇവർ പറയണതിന് യാതൊരു വാസ്തവമില്ല എന്ന് ആദ്യമേ എനിക്കറിയാം. ഇങ്ങനെ തോന്നിയവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, ഒന്നുമില്ല. വരുന്നവരെ കിട്ടണ പറ്റിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കച്ചവടമാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ കച്ചവടം നടത്താത്ത ആരാണുള്ളത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങൾ, നമ്മൾ ഫോണിലൂടെ ആപ്ലിക്കേഷൻ വഴി വായിക്കാറുണ്ട് പല പ്രൊഡക്റ്റുകൾ. അല്ലെങ്കിൽ കടയിൽ തന്നെ ചെല്ലുമ്പോൾ 500 രൂപ വിലയിട്ടിട്ട് 250 രൂപയ്ക്ക് 50% ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വില അതിലും താഴെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ. ആയിക്കോട്ടെ, അതൊരു മാന്യതയുണ്ട്. ഇതൊരു മനുഷ്യനെ വെറുപ്പിച്ചല്ല കച്ചവടം ചെയ്യണം. നിങ്ങൾ 10,000 രൂപ ശോഭയ്ക്ക് വില ഇട്ടേച്ച് നിങ്ങൾ 2,000 രൂപയ്ക്ക് കൊടുത്തോ, സ്പെഷ്യൽ ഡിസ്കൗണ്ടാണെന്നും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കള്ളത്തരം പറയണില്ല. ഇത് 3ഉം എൻ്റെ അടുത്ത് സംസാരിച്ചവർ പെരും കള്ളന്മാരാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. അവരൊരു പറ്റിച്ച സാധാരണ വ്യക്തിയല്ല. ഇവർ ദിനം പ്രതി ഇതേപോലെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ആത്മീയ ഗുരുവാണ്. എന്നെ കണ്ട കള്ളുടീനാന്ന് തോന്നുന്നില്ലല്ലോ. ഇല്ല, ഞാൻ അവിടെ സാധനം മേടിച്ചിട്ടുള്ളതല്ലേ. എന്തിനു വേണ്ടി അവരെൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞത്? എന്നെ പ്രപഞ്ചം മനസ്സിലാക്കി തരികയാണ്. ഈ ദുഷ്ടന്മാരാണ് ഈ കാണുന്ന ഭൂമിയിൽ കാണുന്ന മുഴുവൻ. ഇതേപോലെയുള്ള ദുഷ്ടന്മാരാണ് ഈ ഭൂമിയിൽ കാണുന്നവർ മുഴുവനും. ഇതിന് കച്ചവടം എന്നാ പറഞ്ഞേ. ഞാനും കച്ചവടമൊക്കെ ചെയ്തിട്ടുണ്ട്.
ഞാൻ 5400 രൂപയ്ക്ക് അഹമ്മദാബാദിൽ കിട്ടുന്ന വണ്ടിക്ക് ഗ്യാസ് ചെയ്യണ കിറ്റില്ലേ, അതായത് പെട്രോൾ കാറിൽ ഗ്യാസിനെ കൺവേർട്ട് ചെയ്യുന്ന കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 4700 രൂപയുള്ളൂ. അതിനകത്ത് ഡോക്കറ്റ് ചാർജും ഫ്ലൈറ്റ് മറ്റേ കൺസൈൻമെൻറ്റ് ചാർജും അതും ഇതും എല്ലാം കൂട്ടി അതിൻ്റെ പൈപ്പും മറ്റതും മറിച്ചും ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ 7500 രൂപയ്ക്ക് നമുക്ക് സാധനം നമ്മുടെ റെഡിയാണ്. 20000 രൂപയ്ക്ക് വരെ വണ്ടിയിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു മിനിറ്റ്, 22,000 വരെ അത് വണ്ടിയിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു ടാലൻ്റ് അതിനകത്തിരിപ്പുണ്ട് ഇല്ലേ. ഞാനത് വണ്ടിയിൽ കയറ്റി കൊടുക്കുമ്പോൾ, ഞാനത് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ടാലൻ്റ് അതിനകത്തുണ്ട്. ഞാൻ എൻ്റെ ടാലൻറ്റിനും കൂടി ചേർത്തിട്ടാണ് പൈസ മേടിക്കുന്നത്. കിറ്റ് വിൽക്കുന്ന സമയത്ത് അതിനൊരു XY എമൗണ്ടാണ്, അതൊരു മിനിമം പ്രോഫിറ്റിൽ സാധനം അങ്ങോട്ട് കൊടുക്കുക. ഈ ആക്രിക്കട സാധനം വിൽക്കണമെങ്കിൽ എന്ത് ടാലൻ്റ് ഉണ്ടെന്നാണ് പറയണത്. അവിടെ നിന്ന് മേടിച്ചു, ഇവിടെ കൊടുത്തു, ഇവിടെ നിന്ന് മേടിച്ചു, അവിടെ കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ വലിയ നുണ പറയണത് എന്തിനു വേണ്ടിയിട്ടാണ്?